ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണം അവനവനെയാ കണ്ണാടി. നമസ്കാര മണ്ഡപത്തിലാണ് കണി വെക്കുക ഭഗവാന്. അതിന്റെ ചുറ്റും ആൾക്കാർ കടന്നുറങ്ങുന്നത്. ഭഗവാൻ കണ്ടു കഴിഞ്ഞാൽ അവരും കണ്ണുറന്ന് എണീച്ച് അവരും കാണുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള കണി തന്നെയായിരുന്നു. ഭഗവാൻ കണ്ട കണി നമ്മളും കാണും. കൊന്ന വിഷ്ണുവിനല്ല ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം മഹാദേവൻ. മഹാദേവൻ ജടയെ ചൂടുന്ന പുഷ്പമാണ് കൊന്ന. വാത്സല്യം കൊണ്ട് മടി പിടിച്ചിരുത്തിയിട്ട് തൻ്റെ ജടയിൽ കെട്ടിവെച്ചിരുന്ന ഈ കണിക്കൊന്നയുടെ കതിര് അതിനെ എടുത്തിട്ട് അവൻ്റെ മുടിയിൽ ഇങ്ങനെ ചൂടുന്നതാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ഒത്തുകളി. ഒരു മുതിർന്ന ഒരാള് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആ കുടുംബത്തിൽ കുട്ടിക്ക് അത് കൊടുക്കുമ്പോൾ ഐ ആം ബീങ് റെക്കഗ്നൈസ്ഡ് ആസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി. നമുക്കൊരു സമൃദ്ധി വരുമ്പോൾ അത് ആദ്യം നമ്മൾ മറ്റൊരാൾക്ക് കൂടെ പങ്കുവെക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള. ശരിക്കും എന്തൊക്കെയാണ് ഒരു വിഷുക്കണിയിൽ വേണ്ടത്? സ്വർണ്ണവെള്ളരി സമൃദ്ധി സൂചകമായിട്ടാണെന്നാണ് ഇന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പാരമ്പര്യം കിടക്കുന്നത് നമ്മുടെ ശക്തി ആരാധനയിലാണ്. കണിക്കൊന്ന സൂര്യനെ സങ്കല്പിച്ചിട്ടും ദീപമൊക്കെ അവിടെ സൂര്യനെ സങ്കല്പിച്ചുമ്പോൾ വെളുത്ത അരി എപ്പോഴും ചന്ദ്രനാണ്. മനസ്സാ നമ്മൾ. വിഷു പോലുള്ള ദിവസങ്ങൾ ആ പരമാത്മാവ് നമുക്ക് തന്നിട്ടുള്ള അബണ്ടൻസ്, ആ സമൃദ്ധിയും സന്തോഷത്തിനൊക്കെ താങ്ക്സ് പറയലും അത് തുടരാനും വേണ്ടിയുള്ള റിച്വൽസിന്റെ ദിവസമാണ്. നമസ്കാരം. വിഷു കേരളത്തിന്റെ കാർഷികോത്സവം. മലയാളികൾക്ക് വിഷുവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ നിരവധിയായിരിക്കും. എന്നാൽ അതിനൊപ്പം തന്നെ ചില സംശയങ്ങളുണ്ട്. എന്താണ് ശരിക്കും വിഷു? എന്തിനാണ് വിഷുവിന് കണി കാണുന്നത്? വിഷുവിന്റെ കൈനീട്ടത്തിന് പിന്നിൽ ഒരു കഥയുണ്ടോ? ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ തേടുന്നത്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ആധ്യാത്മിക പ്രഭാഷകനായ ശരത് എ ഹരിദാസ് ആണ്. ശരത്തേട്ടാ നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാം, വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കണ്ണനാണ്, കണി കാണുന്നതാണ്. എന്താണ് ശരിക്കും വിഷുവിന് പിന്നിലെ കഥ? വിഷുവിൻ്റെ പുറകിൽ ശരിക്കും അനവധി ലെജൻസ് ഉണ്ട്. വിഷു എന്നുള്ള ഉത്സവമായിട്ട് കൂടുതൽ കേരളത്തിലും കർണാടകത്തിലുമാണ് ഉള്ളത്, പാരമ്പര്യമായിട്ട് ഉള്ളത്. പക്ഷേ ഈ കണിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡീവിയൻ്റ് അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഒറിജിനൽ അത് നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ അല്ല ശരിക്കും നിൽക്കുന്നത്. അതിൻ്റെ ഒറിജിൻസ് അന്വേഷിച്ച് പോകുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ വിഷുവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കഥകൾ, ഒന്ന് കൃഷ്ണൻ നരകാസുരനെ വധിച്ച കഥയാണെന്ന് ഇന്ന് സാമാന്യേന പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ നരകവധം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെയും ഉത്സവങ്ങൾ മറ്റു മാസങ്ങളിൽ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ട്. ഇനി വേറൊന്നും എന്താ വെച്ചാൽ, രാവണനെ വധിച്ചതിന് ശേഷം ശ്രീരാമൻ കണ്ട ആദ്യത്തെ സൂര്യോദയമാണത്രേ വിഷു. കാരണം ശ്രീരാമൻ ഭഗവാൻ രാവണനെ വധിക്കുന്നതിന് മുൻപ് ഈ രാവണൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു സൂര്യൻ്റെ അടുത്ത്, ഡയറക്റ്റായിട്ട് ലങ്കയുടെ മുകളിൽ ഉദിക്കരുത്. കാരണം ചൂട് തട്ടാൻ പാടില്ല, എപ്പോഴും ഒരു ഓപ്റ്റിമം ക്ലൈമറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ പേടിച്ചിട്ട് സൂര്യൻ വഴി മാറിയിട്ട് ഇങ്ങനെ ഒന്ന് അരികിൽ കൂടെ പോകണ മാതിരിയാണ് അത്ര ലങ്കയിൽ എപ്പോഴും കടന്നു പോയിരുന്നത്. പക്ഷെ ഭഗവാൻ രാവണനെ വധിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യന് പ്രപഞ്ച നിയമം അനുസരിച്ച് കൃത്യമായിട്ട് ഉദിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയതുകൊണ്ട് കൃത്യമായിട്ട് ആദ്യമായിട്ട്, അതായത് ഒരു പീരീഡ് ഓഫ് ഒരു ഡെബക്കിൾ കഴിഞ്ഞിട്ട് ഒരു ഡേഞ്ചറിൻ്റെ ഒരു മോശകാലം. അപ്പോൾ നമ്മൾ കോവിഡ് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായ ആദ്യത്തെ ദിവസമല്ലേ, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ പിൻവലിച്ച്. അപ്പോൾ അതുപോലെ സൂര്യനെ സംബന്ധിച്ചോളം സൂര്യൻ്റെ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞ് സൂര്യൻ ആദ്യമായിട്ട് അങ്ങോട്ട് ലങ്കയുടെ മുകളിൽ ഉദിച്ച ദിവസം, അത് ഭഗവാൻ ആ രാവണവധം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് കാലത്ത് ആദ്യം കണ്ട സൂര്യോദയത്തിൻ്റെ ഓർമ്മയാണെന്ന് പറയുന്നു. അതൊരു. പിന്നെ കാർഷികോത്സവം എന്നുള്ള നിലയ്ക്ക് വേറെ ഒന്ന് രണ്ട് മൈനർ ലെജൻസ് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പരശുരാമൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ദിവസമാണ് ഈ ഭൂമി എന്നുള്ളൊരു സങ്കല്പം ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്. പക്ഷെ പരശുരാമ കഥ തന്നെ ശരിക്കും ഇന്ന് ഡിസ്പ്യൂട്ടബിൾ ആണ് ശരിക്കും ചരിത്രം നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മുഴുവൻ ചരിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ലോജിക്കിൻ്റെയോ അടിസ്ഥാനമില്ലാതെ ഇത്തരം പ്രമാണങ്ങളില്ലാണ്ട് ഞാൻ സംസാരിക്കാറില്ല. അതിനൊരു പ്രമാണമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നരകാസുരവധത്തിൻ്റെ കാര്യം ഇതാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ വിഷുക്കണിയിൽ ഉടനീളം കേരളത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് കൂടുതലും പ്രോമിനൻസ് കൊടുക്കുന്ന ഈ നരകാസുരവധത്തിൻ്റെ കഥയ്ക്കാണ്. ശ്രീരാമൻ്റെ ഈ കഥ അധികം പേർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഈ 3 ലെജൻസാണ് ഇതിൻ്റെ പുറകിൽ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടിട്ടുള്ളത്. കാർഷികോത്സവം എന്നുള്ളൊരു നിലയ്ക്ക്, കാർഷികോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വെർണൽ ഇക്വിനോക്സിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. വസന്തം അതിൻ്റെ പീക്കിലേക്ക് കയറുകയാണ്. വിഷുവത്ത് അഥവാ വിഷുവം എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഈക്വൽ എന്നർത്ഥം, തുല്യം. അതായത് രാത്രിയും പകലും തുല്യമായിട്ടുള്ള ലെങ്ത് വരുന്ന ദിവസം എന്നാണ് ആ ദിവസത്തിന് ശരിക്കും അർത്ഥം വരേണ്ടത്. അപ്പോൾ ആ ദിവസം മേടം സംക്രാന്തിയും കൂടിയാണ്. മേഷസംക്രാന്തിക്ക് പ്രാധാന്യം കൂടും ജ്യോതിഷത്തിൽ. അത് കാരണം എന്താ വെച്ചാൽ മേടം ശരിക്കും ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വയുടെ അദ്ദേഹമാണ് അതിൻ്റെ രാശിയാധിപൻ. അദ്ദേഹത്തിൻ്റെ ഈസ് എ ലോർഡ് ഓഫ് ദി മേഷരാശി, മാഴ്സ്.
സൂര്യൻ ഏറ്റവും കൂടുതൽ എക്സോൾട്ടഡ് ആവുന്ന, അതായത് ഉച്ചസ്ഥായിയിൽ എത്തുന്ന രാശിയാണ് മേടം. പൊതുവിൽ മേടത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഒരു തേജസ് കൂടുന്നു പോയി. മേടരാശിക്ക് അങ്ങനെ ഒരു പ്രത്യേകത, കാരണം സൂര്യൻ ഹൈറ്റിലാണ്. മാത്രമല്ല അവർക്ക് ഫാദർലി അഫെക്ഷൻ വളരെയധികം കിട്ടും, കാരണം സൂര്യൻ എപ്പോഴും ഫാദറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഈ മേടരാശിയിൽ തന്നെ സൂര്യൻ്റെ ഏറ്റവും പവർ വരുന്ന ദിവസം വിഷുവാണ്. ആ ഫസ്റ്റ് ഡേ ആണ്. ആ മേടത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കും, അത് തൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് രാവണൻ്റെ ആ ലെജൻഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സൂര്യൻ വീക്കായിരുന്നു. ആ സൂര്യൻ തൻ്റെ ഫുൾ ഗ്ലോറിയിൽ അങ്ങോട്ട് ആദ്യം പ്രവേശിക്കുന്ന ദിവസമാണ് ഈ വിഷു ദിവസമായിട്ട് അസ്ട്രോണമിക്കലി ഓർ അസ്ട്രോളജിക്കലി വാട്ടവർ, അതിൻ്റെ ഈസോട്രിക് സൈഡിലാണെങ്കിലും സയൻറ്റിഫിക് സൈഡിലാണെന്നുണ്ടെങ്കിലും സൂര്യൻ ആ സമയത്ത് സൂര്യൻ്റെ, നമ്മുടെ നാട്ടിലും വേനലങ്ങോട്ട് കയറാൻ തുടങ്ങുന്നത് ശരിക്കും പണ്ട് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ ശിവരാത്രി കഴിഞ്ഞാൽ കാറ്റ് നിൽക്കും. ശിവരാത്രി വരെയും കാറ്റാണ്. ശിവരാത്രി കഴിഞ്ഞാൽ കാറ്റ് നിന്നാൽ പിന്നെ ചൂടങ്ങോട്ട് തുടങ്ങും. പക്ഷെ ആ ഏപ്രിൽ 14 വിഷുവോട് കൂടിയിട്ടാണ് സമ്മർ അതിൻ്റെ ഒരു കയറുന്നത്. കാരണം അത്രയും പവർ ആ സമയത്ത്. ഈ മാഴ്സും സൂര്യനും നല്ല ചേർച്ചയാണ് അവർ. ഈ ഗ്രഹങ്ങളിൽ തന്നെ ശത്രു മിത്രം എന്നുള്ള ഒരു കണക്കുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ എനർജികൾ തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി വെച്ചിട്ടാണ് പറയണത്. ഇപ്പം സൂര്യനെ ഡിനോട്ട് ചെയ്യുന്നത് ശിവനാണ്, ചൊവ്വയെ ഡിനോട്ട് ചെയ്യുന്നത് രണ്ടും ശൈവമായിട്ടുള്ള മൂർത്തികളാണ്. ഒരു സ്ത്രീഭാവമാണെങ്കിൽ കാളിയാണ്, പുരുഷഭാവമാണെങ്കിൽ സുബ്രഹ്മണ്യനാണ്. രണ്ടും ശിവനുമായിട്ട് വളരെ അലൈൻഡായിട്ട് നിൽക്കുന്നതാണ്. സോ ജനറലി സുബ്രഹ്മണ്യനുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുക, കാരണം അതൊരു മാസ്കുലിൻ രാശി സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം നാച്ചുറലി എന്തായി അച്ഛനും മകനും ചേർന്ന് പോകുന്ന ഒരു രാശി ആയതുകൊണ്ട് ആ ടൈമിൽ പൊതുവിൽ ഒരു എന്താ പറയുക അബണ്ടൻസ് അല്ലെങ്കിൽ വൈറ്റാലിറ്റി, പുതിയ ന്യൂ ബിഗിനിങ്സ്, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുരുകൻ എന്ന് പറയുന്ന ഫോം ഇറ്റ്സ് ഓൾ അബൌട്ട് വിൽ പവർ. വിൽ പവർ ഇല്ലാണ്ട് നമുക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും ചെയ്യാൻ പറ്റില്ല. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും പ്രൈമോഡിയലായിട്ടുള്ള ചൈതന്യത്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു സ്പിരിച്വൽ തലത്തിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും വിഷുവിൻ്റെ. പക്ഷേ ഇതിൽ കുറേ തമാശകളുണ്ട്. ഒന്ന്, ഇന്ന് യഥാർത്ഥ വിഷു 14-നല്ല, അല്ല 16th സെഞ്ച്വറിയിൽ ഓൾമോസ്റ്റ് 16th സെഞ്ച്വറിയുടെ മിഡോട് കൂടിയിട്ട് എർത്തിൻ്റെ ആക്സിസിന് 1 ഡിഗ്രി ചെരിവ് വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരായിട്ടുള്ള ജ്യോതിഷന്മാർക്കും അതറിയാം. ഇപ്പം കഴിഞ്ഞ അതിരുദ്രകാലത്ത് മമ്മിയൂർ വിശദമായിട്ട് കുറേ, മമ്മിയൂർ അതിരുദ്രല്ല മഹാരുദ്രത്തിന്, അത് കഴിഞ്ഞിട്ട് വന്ന ഫസ്റ്റ് മഹാരുദ്രത്തിന് നല്ലൊരു സെമിനാർ സീരീസ് സംഘടിപ്പിച്ചു. അതിപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ വളരെ ആദരണീയനായിട്ടൊരു ജ്യോതിഷൻ അദ്ദേഹം ഇതിൻ്റെ ഈ ഫാലസി, ഇതിൻ്റെ കുറവ് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചാംഗങ്ങൾ പരിഷ്കരിക്കാത്തതിൻ്റെ പ്രശ്നം. 1 ഡിഗ്രി ഭൂമിയിലേശം 16 കിലോമീറ്ററാണ്. നാച്ചുറലി 1 ഡിഗ്രി ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും മാറ്റങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പറയും കണിക്കൊന്ന കാലം തെറ്റി പൂക്കണു, നേരത്തെ പൂക്കണു. ഇപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ തന്നെ പൂക്കും. വാസ്തവത്തിൽ പ്രകൃതിക്ക് കാലം തെറ്റുന്നില്ല, നമുക്കാണ് തെറ്റുന്നത്. നമ്മുടെ പഞ്ചാംഗം തെറ്റാ. ആ പഞ്ചാംഗങ്ങൾ കാലികമായിട്ട് ഇനിയും പരിഷ്കരിച്ചിട്ടില്ല. ഞാനിപ്പോൾ പല സ്ഥലത്തും പറഞ്ഞ് തൊണ്ടയിൽ വെള്ളം പറ്റിച്ച് കഴിഞ്ഞു, പല സ്ഥലത്തും. ഞാൻ പക്ഷേ ഒരു സർട്ടിഫൈഡ് ജ്യോതിഷനല്ല, അതെ. പക്ഷേ നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അനവധി ജ്യോതിഷന്മാർ അതിനുവേണ്ടി വളരെ പ്രയത്നം നടത്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ഇത് ഗണിക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് കലണ്ടറുകൾ മാറ്റാൻ പറ്റില്ല, കാരണം ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ട് മാറി. അപ്പോൾ ഇന്ന് യഥാർത്ഥ വിഷുവം വരുന്നത് ഏകദേശം മാർച്ച് 24-25. ഓണം അഷ്ടമിരോണിയൊക്കെ നമ്മുടെ ഇന്നത്തെ കർക്കിടകത്തിലേക്കാണ് ഇപ്പോൾ കയറി വരുന്നത്. സോ നമ്മുടെ ഫെസ്റ്റിവൽസിൻ്റെ ആചരണത്തിൻ്റെ ബേസ് തന്നെ ഇന്നൊരു വിഷുവിലാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. പഞ്ചാംഗം കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്, കാരണം പ്രകൃതി കറക്റ്റായിട്ടാണ് പോകുന്നത്. പ്രകൃതിയെ ഒരിക്കലും വിചാരിച്ചത് കണിക്കൊന്നയ്ക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഒരിക്കലും അതല്ല. നമ്മൾ കാലക്കേടിന്റെ ഭാഗമായിട്ട് ഓരോ കലിയുഗല്ലേ, അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ ആയി പ്രകൃതി അങ്ങനെയല്ല. പ്രകൃതി കറക്റ്റായിട്ട് അഡാപ്റ്റായിട്ട് പോകുന്നുണ്ട്. ബട്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ നമ്മൾ തയ്യാറില്ല. എല്ലാ കാര്യത്തിലും അതാണല്ലോ പ്രശ്നം. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഫിലോസഫിയെ വളച്ചൊടിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ മുമ്പ് ഇങ്ങനെ ഈ ഭഗവാന്റെ ഇൻവോൾവ്മെൻറ്റ്, കൃഷ്ണനെ ഇങ്ങനെ ഇത്രയ്ക്കും ഇൻവോൾവ് ചെയ്ത് കൊണ്ട് ഉണ്ണിയുടെ ഈ പ്രതിമ വയ്ക്കലും ഫോട്ടോ വയ്ക്കലും ഒക്കെ ആയിട്ടാണല്ലോ ഇന്ന് നമ്മളിത് വരുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ ഉണ്ണിയുടെ പ്രതിമകൾ വരുന്നത് കാശിതമ്പുരാൻ കാരണമാണ്, ഗുരുവായൂർ. അതുണ്ടായിട്ട് 100 കൊല്ലത്തിൽ താഴെയായിട്ടുള്ളൂ. അദ്ദേഹം കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനും, ഞാൻ തന്നെ ഒരു ദീർഘപ്രഭാഷണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു എത്തീസ്റ്റായിരുന്നു, കൊച്ചി രാജവംശത്തിൽ കിരീടാവകാശിയായിരുന്നു. വിവാഹമൊക്കെ നല്ല കുടുംബങ്ങളിൽ നിന്ന് ആലോചനയൊക്കെ വരുന്നൊരു സമയത്ത് അദ്ദേഹം എല്ലാം വെസ്റ്റേൺ എഡ്യൂക്കേഷനും ബാക്കി എല്ലാറ്റിനെയും തള്ളിപ്പറഞ്ഞ് നടന്ന ആൾക്കൊരു അതിഭീകര അനുഭവം ഉണ്ടായി ജീവിതത്തിൽ. അതിൽ നിന്ന് അങ്ങനെ ടേൺ ആയതാണ്.
പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ സേവനം ഇന്ന് ഗുരുവായൂരിലെ പ്രസാദകൂട്ടിൻ്റെ പൂർവ്വരൂപം തുടങ്ങി വെക്കണം സാധാരണക്കാർക്ക്. ബ്രാഹ്മണരല്ലാത്ത മറ്റു വ്യക്തികൾക്ക് അവിടെ പറഞ്ഞ ഭക്തർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം തുടങ്ങി വെച്ച് തമ്പുരാനാണ്. കന്നിപ്പാർച്ച എന്ന് പറയും. ഈ തമ്പുരാൻ തന്നെയാണ് കൽക്കട്ടയെന്നോ കാശിന്നോ, കാശിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാനത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല, ആദ്യമായിട്ട് ഈ കളിമണ്ണിലുള്ള ഉണ്ണിയുടെ പ്രതിമ ഇവിടെ കൊണ്ടുവരുന്നത് കേരളത്തിൽ, ഈ പ്രത്യേകിച്ച് ഗുരുവായൂർ. അദ്ദേഹത്തിൻ്റെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കണ്ടിട്ടാണ് പിന്നീട് വെൻഡേഴ്സ് ഈ സംഭവങ്ങൾ വരുത്തി ഇവിടെ വിൽപ്പന തുടങ്ങുന്നതും പിന്നെ ഇന്നിപ്പോൾ ഫൈബറിലും ഒക്കെ കിട്ടും. അപ്പോൾ കണിക്ക് എന്തായാലും ഉണ്ണിയെ വെച്ച് തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അതിന് മുന്നുള്ളൊരു കാലത്ത് വാൽക്കണ്ണാടി വയ്ക്കുക. വാൽക്കണ്ണാടി എപ്പോഴും ഭഗവതി പ്രതീകം, ഐശ്വര്യ പ്രതീകം, അങ്ങനെയാണ്. ഇന്നും വാൽക്കണ്ണാടിയുടെ സ്ഥാനം പോയിട്ട് വാൽക്കണ്ണാടി വെക്കുന്നുണ്ട്. അത് കാണാവുന്ന കണ്ണാടിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മുടെ മുഖമാണ് കണി കണ്ടത്. ഭഗവാൻ ഇപ്പോഴും കണി കാണുന്നത് സ്വന്തം മുഖം കണ്ണാടിയില്ല. ഭഗവാന്റെ പ്രതിമ, ഉണ്ണിയുടെ പ്രതിമയൊന്നും വെക്കുന്നില്ല ഒരു ക്ഷേത്രത്തിലും. ക്ഷേത്രങ്ങളിലെ കണി നോക്കിയാൽ അറിയാം ശരിക്കും ഇവിടെ കണി എന്തായിരുന്നു, ശരിക്കുള്ള കണിയിൽ ഉണ്ടായിരുന്ന മെറ്റീരിയലുകൾ എന്തായിരുന്നു. അപ്പം ഈ കണിക്കൊന്നും എങ്ങനെ വന്നു, അതൊരു കോർ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞു സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ സംബന്ധിച്ച് സൂര്യൻ ഡിനോട്ട് ചെയ്യുന്നത് ശിവനെയാണ്. സൂര്യൻ്റെ ഏറ്റവും വിശേഷ പുഷ്പം ഒന്ന് നമ്മുടെ സമ്പ്രദായത്തിൽ കൊന്നയാണ്. സൂര്യൻ്റെ വരവിനെ സൂചിപ്പിക്കാനാണ് കൊന്ന പൂത്തൊലഞ്ഞിട്ട് ആ സമയത്ത് അങ്ങനെ നിൽക്കുന്നത്, കൊന്നപ്പൂ എടുത്തിട്ട് അവിടെ വയ്ക്കുന്നത്. ഇനി കൊന്ന വിഷ്ണുവിനല്ല ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം, മഹാദേവനാണ്. മഹാദേവൻ ജടയെ ചൂടുന്ന പുഷ്പമാണ് കൊന്ന. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗോപുരത്തിൻ്റെ ചുറ്റി നടക്കുമ്പോൾ അതിൽ ചണ്ഡികേശ്വരൻ്റെ ലെജൻഡ് കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൈകൊട്ടി തൊഴുന്ന ആ ദേവനില്ലേ, ആ ദേവൻ ശരിക്കും ഒരു മനുഷ്യനായിരുന്നു. ആ ദേവൻ ഒരു പശുക്കളെയൊക്കെ മേയ്ക്കണ, ആടൊക്കെ മേയ്ക്കുന്ന ഇടയന്മാരുടെ ഒരു കുടുംബത്തിലുള്ള ഒരു സാധാരണ കുട്ടിയായിരുന്നു. ഈ കുട്ടി അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് ഈ കുട്ടിക്ക് ഒരു ജോലി മേടിച്ചു കൊടുക്കുകയാണ്. അത് അവർക്ക് അയാൾ പോറ്റിയിട്ട് അയാൾക്ക് കുടുംബം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴുള്ള മക്കളെ ജോലിക്ക് ചൈൽഡ് ലേബർ അയക്കും. അങ്ങനെ ഈ കുട്ടിക്ക് ഒരു മുതലാളിയുടെ അവിടെ നിന്ന് പശുവിനെ മേയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് ഈ കുട്ടി പശുവായിട്ട് പോകും, തിരിച്ചു വരും. ഭാര്യ കറവക്കാരനോട് ചോദിക്കും, അവരുടെ മകന് പാല് കൊടുക്കാൻ ചോദിക്കും, പശുവിൻ്റെ പാലുണ്ടാവില്ല. അപ്പോൾ മുതലാളി ഇയാളെ വിളിച്ചിട്ട് പറയും, നീ എൻ്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട് പറയുകയാണ്, നിൻ്റെ മകൻ കട്ട് കുടിക്കണ്ടോ സംശയമുണ്ട്, അതുകൊണ്ട് ഒന്ന് ഒരു നോട്ടം വേണം. അപ്പോൾ ഇദ്ദേഹം വളരെ പതുങ്ങിയിട്ട് ഇവൻ പശുക്കളെ കൊണ്ടുപോകുമ്പോൾ പുറകെ പോകും. അപ്പോൾ ഈ കുട്ടി കാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളെ മേയ്ക്കുന്ന സമയത്ത് അവൻ ഈ മുതലാളിയുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഈ അന്നൊക്കെ അടുപ്പാണല്ലോ, ചുള്ളിക്കമ്പും വിറകൊക്കെ വെട്ടിയിട്ട് കൊണ്ടുവരാൻ കുഞ്ഞൊരു മഴവും കൊണ്ടാണ് പോവുക. അപ്പോൾ ഇയാൾ പോയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിരുന്നിട്ട് കണ്ണടച്ചിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു പുറ്റുണ്ട്, ആ പുറ്റിൻ്റെ ഉള്ളിലേക്ക് പശു അകിട് ചുരത്തി പാലിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഒരു കുഞ്ഞ് കുടിക്കുന്ന പോലെ പാലിങ്ങനെ ആ പുറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്തൊരു ശിവലിംഗം ശരിക്കും. ചില കഥകളിൽ പറഞ്ഞ് ഈ കുട്ടി തന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ശിവലിംഗത്തിലേക്കാണ് പശു പാല് ചുരത്തിയിരുന്നത്. എന്താണെങ്കിലും അച്ഛന് പെട്ടെന്ന് വിഷമം സഹിക്കാൻ പറ്റാണ്ട് അങ്ങേര് ചെന്നിട്ട് ആ ശിവലിംഗത്തിനെ ചവിട്ടി പൊട്ടിച്ചു. കുട്ടി കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അച്ഛൻ ഈ ശിവലിംഗം ചവിട്ടിയിരിക്കുന്നത്. അവൻ അച്ഛനാണെന്നോ ഒന്നും അവൻ്റെ തലയിൽ പോയില്ല. അവൻ ആ മഴ കൊടുത്ത് അച്ഛൻ്റെ കാല് ചെത്തിക്കളഞ്ഞു, അച്ഛൻ്റെ കാല് മുറിച്ചു കളഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് വേണ്ടി സ്വന്തം അച്ഛൻ്റെ കാല് പോലും മുറിച്ചു കളയുക എന്നുള്ള ചണ്ഡമായിട്ടുള്ള പ്രവൃത്തി, അതിഭയങ്കരമായിട്ടുള്ള ഭയാനക പ്രവൃത്തി ചെയ്ത നീ എനിക്ക് പുത്രൻ തന്നെയാണ്. അച്ഛന് കാലും തിരിച്ചു കൊടുത്തു. തൻ്റെ സ്വന്തം മകനായിട്ട് ഭഗവാൻ ഏറ്റെടുത്തു. അമ്മയോട് കൂടിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ആ വാത്സല്യം കൊണ്ട് മടി പിടിച്ചിരുത്തിയിട്ട് തൻ്റെ ജടയിൽ കെട്ടിവെച്ചിരുന്ന ഈ കണിക്കൊന്നയുടെ ആ സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ കതിര്, അതിനെ എടുത്തിട്ട് അവൻ്റെ മുടിയിൽ ഇങ്ങനെ ചൂടുന്നതാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ പ്രതിമ, ആ കൊത്തുമണി. ഇന്നും നമുക്കത് കാണാം. പല ശൈവ പാടലുകളിലും തമിഴ്നാട്ടിൽ പഴയ കാലത്ത് സംഘകാലത്തെ പാട്ടുകളിലും മാണിക്യവാസസ്വാമികളുടെയും തിരുനാവുക്കരശരുടെയും ഒക്കെ കണിക്കൊന്ന ചൂടിയവനെ ജടയിലെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകൾ കാണാൻ പറ്റും. അതൊക്കെ വിഷുവായിട്ട് ബന്ധിപ്പിച്ചു. ഒറിജിനലി നമ്മളിപ്പോൾ ഈവൻ കേരളത്തിൽ മാതോര് എന്ന് പറയും. നമ്മുടെയൊക്കെ നാടുകളിൽ മഹാബലിയുടെ വരവിൽ ആ 3 തൃക്കാക്കരപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കണം 3, അതിന് ലിംഗാകൃതിയും മഹാദേവരാണത് എന്നുള്ള ഒരു സമ്പ്രദായം തന്നെ. അതായത് ഇതൊക്കെ ശൈവ ഫെസ്റ്റിവൽസ് ആയിരുന്നു എന്ന്. കാരണം കാലങ്ങൾ കിടക്കും. ഇന്നിപ്പോൾ ഇതൊന്നും നമ്മൾ ഇതല്ല, പക്ഷെ ഇതിൻ്റെ ഒരു കൗതുകത്തിന് പറയുക, ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ ഡീപ്പായിട്ടുള്ള കഥകളാണ്. അപ്പം ആ കണിക്കൊന്ന എന്ന് പറയുന്നത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുഷ്പമാണ്, സൂര്യനുമായി ബന്ധപ്പെട്ട പുഷ്പമാണ്. അതിനെ സമൃദ്ധി സൂചകമായിട്ട് നമ്മളിന്ന്
വെക്കുകയാണ്. കണിയിൽ വെക്കും. ഇപ്പം നമ്മൾ അതിനെ ലക്ഷ്മി സങ്കല്പമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധി. ലക്ഷ്മി നമുക്ക് വിളങ്ങുന്നത് സൂര്യനിൽ കൂടെയാണ്. സൂര്യൻ്റെ ശരീരം വിഷ്ണുവും ആത്മാവ് ശിവനും അതിൽ നിന്ന് പ്രസരിക്കുന്ന ചൈതന്യം ലക്ഷ്മിയാണ്. സൂര്യൻ കത്തിജ്വലിക്കണ ശക്തി ഉമയാണ്. അപ്പോൾ ഈ സകല ദേവതാസ്വരൂപമാണ്. ഏത് ദേവതയെ വേണമെങ്കിൽ നമുക്ക് സൂര്യനിൽ ആരാധിക്കാം. അതുകൊണ്ട് സൂര്യൻ്റെ ആരാധനയുടെ സൗരം എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആചാര്യസ്വാമികൾ അതിനെയും ചേർത്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ മോഡേൺ ഹിന്ദു സ്ട്രക്ചറിലേക്ക്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, സൗരം, കൗമാരം, മറ്റേ ഗാണപത്യം, ഇങ്ങനെ ഓരോ അതാത് ദേവതകളെ പ്രധാനമായി പറഞ്ഞിരുന്നതിനൊക്കെ ചേർത്തിട്ട് ഇന്നത്തെ മോഡേൺ സിസ്റ്റം കൊണ്ടുവന്നത് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ വാറിങ് ഫാക്ഷൻസ് ആയിരുന്നു. എല്ലാവരും തമ്മിൽ തല്ലായിരുന്നു. ഞങ്ങളുടെയാണ് വലുത്. ഇന്നും അടിപിടിയൊക്കെ ഉണ്ട്. നല്ലൊരു ഐക്യമുണ്ട്. എന്നാൽ ആ ഐക്യം ഉണ്ടാക്കിയത്. അപ്പോൾ സൗരമായിട്ടുള്ളൊരു ഫെസ്റ്റിവലും കൂടിയിരുന്നു. പിന്നെ വെറും ഒരു കാർഷികമായിട്ടുള്ളൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ മാതിരി അങ്ങോട്ട് പറയാൻ പറ്റില്ല. ന്യൂ ബിഗിനിങ്സാണ് അത്. വളരെ അതായത് ഒരു പക്ഷേ ആദ്യകാലത്ത് ആചരിച്ചിരുന്ന ന്യൂ ഇയർ എന്നാ അത് പിന്നീട് ചിങ്ങത്തിലേക്ക് നീങ്ങിയതാണ് സങ്കല്പം കൊണ്ട്. യഥാർത്ഥ ന്യൂ ഇയർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മൾ വേറെ ഉഗാദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്സവങ്ങൾ വരുമല്ലോ. ഇതൊക്കെ ഈ സൂര്യൻ്റെ ഈ മേടരാശിയിലേക്കുള്ള യാത്രയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് മുഴുവൻ വരുന്നത്. അപ്പോൾ പുതിയ ബിഗിനിങ്സ് വരുമ്പോൾ പുതിയ ബിഗിനിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് മനുഷ്യൻ എന്തുകൊണ്ടാണ് ജീവിക്കണം? പ്രത്യാശയാണ്. ഒക്കെ നേരെയാവും. ഇപ്പം നമ്മൾ കൊച്ചു കുഞ്ഞാകുമ്പോൾ വളരണം, വലുതാവണം, ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, അങ്ങനെ പ്രത്യാശകൾ. അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ഒരു നെയിം ഉണ്ടാക്കണം, നല്ലൊരു ജോലി, ഇങ്ങനെ സ്വപ്നങ്ങളിലാണ് എല്ലാവരും. അപ്പം ഒരു വർഷം മുന്നിൽ വരുമ്പോൾ ആ വർഷത്തെ തേങ്ങ വെച്ചിട്ട് ഫലം നോക്കണ വിദ്യയൊക്കെ ഉണ്ട്. തേങ്ങ വെച്ച് ഫലം നോക്കുക. ചില അമ്പലങ്ങളിൽ നമ്മൾ പോയി തേങ്ങ ഉടച്ചിട്ട് അതിന്റെ മുറിയുടെ കണക്ക് വെച്ചിട്ട് നമുക്ക് നോക്കും. അതുമാതിരി നമ്മൾ ആ കണിയിൽ കാണുന്ന വസ്തുക്കൾക്കൊരു ക്രമമുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ അമ്മൂമ്മ കണ്ണ് അടച്ചിട്ട് നമ്മളെ കൊണ്ടേയിരുത്തി ചമ്രം പടിഞ്ഞിരുത്തി കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കണ്ണ് തുടച്ചതിന് ശേഷം കണ്ണ് മെല്ലെ തുറന്നിട്ട് ആദ്യം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ, പിന്നെ ആ കണി അതിനൊരു ക്രമം പറയും, ഇതിനൊരു ഓർഡർ പറയും. ആ ഓർഡറിൽ നോക്കിയാൽ വരിക. അവസാന പൈസയിൽ നോക്കുക. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണം അവനവനെയാണ്, കണ്ണാടി ആത്മാവിനെയാണ് നോക്കണത്. അത് കഴിഞ്ഞാൽ ഭഗവാനും നമ്മളും ഒന്നാണ് എന്നുള്ള ബോധം ഉണ്ടാക്കിയതിന് ശേഷം ഈ ബാക്കിയൊക്കെ കാണിച്ചു തരുന്നത്. വെള്ളരി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കേരള സമ്പ്രദായത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വലിയൊരു താന്ത്രിക പാരമ്പര്യമുണ്ട്. വെള്ളരിക്ക് പൊതുവിൽ വെള്ളരി, കുമ്പളങ്ങ ഇതൊക്കെ കൗളമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്രിയകൾക്ക്, പ്രത്യേകിച്ച് അമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജകൾക്ക് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, പൂജനിക്ക കെട്ടി അവർ ദൃഷ്ടി പോകാനും. അപ്പം ചെറുനാരങ്ങ, കുമ്പളങ്ങ ഇതിനൊക്കെ വലിയ പവറുണ്ട്. ഇത് മുറിക്കുന്നത് ചിലപ്പോൾ മൃഗബലി ചെയ്യണേക്കാട്ടിലും പവറാണെന്നാണ്. അതെ, നമ്മളിപ്പോ മൃഗബലിയെ പല സ്ഥലങ്ങളിലും റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണല്ലോ ചെയ്യണത്. അതായത് ഇത്ര കോഴിക്ക് ഇത്ര ആട്, അത്ര ആടിന് ഒരാന, ആ ഒരാനയ്ക്ക് എന്താണ് അരമുറി കുമ്പളങ്ങയ്ക്ക് ഒരു പകുതി ചെറുനാരങ്ങ എന്നൊക്കെ പണ്ട് കണക്ക് കേട്ടിട്ടുണ്ട്. അതായത് അത്രയും പവറാണ് ഈ ബലികർമ്മത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ സ്വർണ്ണവെള്ളരി സമൃദ്ധി സൂചകമായിട്ടാണെന്നാണ് ഇന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പാരമ്പര്യം കിടക്കുന്നത് നമ്മുടെ ശാക്ത ആരാധനയിലാണ് കിടക്കുന്നത്. അരി പിന്നെ നമുക്കറിയാം, അരി ചന്ദ്രതത്വമാണ്. കണിക്കൊന്ന സൂര്യനെ സങ്കല്പിച്ചിട്ടും ദീപമൊക്കെ അവിടെ സൂര്യനെ സങ്കല്പിച്ചും വെക്കുന്നുണ്ട്. വെളുത്ത അരി എപ്പോഴും ചന്ദ്രനാണ്, മനസ്സാണ് നമ്മുടെ തത്വാർത്ഥത്തിൽ. പിന്നെ നമ്മുടെ ഭക്ഷണമാണ്. അത് കണി കണ്ടിട്ട്, കാരണം അന്നത്തെ കാലത്ത് കറൻസി നോട്ട് വെക്കുന്ന സിസ്റ്റം ഇല്ല, നാണയങ്ങൾ വെക്കും കുറച്ച്. പിന്നെ ഇതാണ് ഭക്ഷ്യസാധനങ്ങളാണ്, തിന്നാൻ കിട്ടിയാൽ മതി അല്ലേ. ഇപ്പോൾ പറമ്പിൽ ഇപ്പോൾ പണ്ടും അങ്ങനെയല്ലേ, ഇപ്പോൾ വീട്ടിലുണ്ടായ ചേന കൊടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ അവിടുന്ന് തേങ്ങ മേടിച്ച് ഇങ്ങനെ ഒരു രീതിയല്ലേ ഉണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ എന്തൊക്കെ കാർഷിക വിളകളുണ്ടോ അത് മുഴുവൻ അവിടെ കൊണ്ടേ നിർത്തി വയ്ക്കും. ഇത് മുഴുവൻ അവനവന് കാണുക. ഭഗവാനും കണിവസ്തുവാണ്, അല്ലാണ്ട് ഭഗവാൻ കണി കാണുന്നില്ല. ഭഗവാനും നമ്മുടെ കണിവസ്തു. അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ച് നമ്മൾ വരാനുള്ള ഒരു വർഷത്തെ ഒരു ജീവിതത്തിൻ്റെ ആ പ്രത്യാശയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസിനെ, പ്രത്യേകിച്ച് പുലർച്ചെ ഒരു 3 മണി നേരത്തെ നമ്മൾ എണീക്കുമ്പോൾ സയൻറ്റിഫിക്കലി നമ്മൾ പറയും നമ്മുടെ ഒരു ആൽഫ ലെവൽ കറക്റ്റ് ആയിരിക്കും. ആ ടൈമിൽ നമ്മൾ കൊടുക്കണം അതെ. ആ സമയത്ത് അതിൽ പിന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് നമ്മളത് നമ്മുടെ ബോധമനസ്സിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നേരെ മറിച്ച് കണി കുളിച്ചിട്ടൊന്നുമല്ല കാണുന്നത്. നമ്മൾ അങ്ങോട്ട് എണീച്ചു വന്ന് നമ്മൾ ആ പകുതിയെ മയക്കത്തിൽ കാണുമ്പോൾ എപ്പോഴും ഈ പകുതി മയക്കത്തിൽ കിടക്കുമ്പോൾ കൊടുക്കുന്ന ഓട്ടോ സജഷൻസ് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുമെന്ന് പറയും. ആ സമയത്ത് കിടന്നിട്ട് എനിക്കൊരു കാറ് വേണം,
അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവും, ഇങ്ങനെ നമ്മൾ ഓട്ടോസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് ഓട്ടോമാറ്റിക്, ജോസഫ് മർഫിയുടെയൊക്കെ ഇപ്പോൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ പറഞ്ഞതാണ്, ആ ഓട്ടോസേഷൻ കൊടുക്കാൻ പറ്റിയ സമയത്ത് സബ് കോൺഷ്യസിന് ആ സമയത്താണ് കൊണ്ടിട്ട് ഈ സമൃദ്ധി കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ പുറമേക്ക് നമുക്ക് എന്ത് ദാരിദ്ര്യം നമ്മുടെ ബോധമനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കോംപ്ലക്സസ് നമുക്കുണ്ടെങ്കിലും സബ് കോൺഷ്യസ് ഈസ് ഫെഡ് വിത്ത് എൻ ഇമേജ്, അതിനൊരു ചിത്രം കൊടുക്കുകയാണ് സമൃദ്ധിയുടെ. അത് ആ ഒരു വർഷത്തേക്ക് ഉടനീളം നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും വരും എന്നുള്ളതാണ് ഈ കണിയുടെ ഒരു കോർ സൈക്കോളജി. കണി കാണിക്കുമ്പോൾ നമ്മൾക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുകയാണ്, മൈ ലൈഫ് വിൽ ബി ബെറ്റർ, മൈ ലൈഫ് വിൽ ബി പ്രോസ്പെറസ്. ഇത് അവിടെ വരും ഓട്ടോമാറ്റിക്കലി. അത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്നു, കുളിച്ചു വരുന്നു. പടക്കം പൊട്ടിക്കലൊക്കെ പിൽക്കാലത്ത് വന്നതായിരിക്കും, കാരണം പടക്കം വന്നിട്ട് ഇപ്പോൾ വർഷമൊന്നും ആയിട്ടില്ല. ഈ പടക്കത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ സാറ് പാലക്കാട്ടുകാരാണ്, ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് പടക്കം പൊട്ടിക്കല് വിഷുവിനാണ് പ്രധാനം, ദീപാവലിക്കല്ല. പക്ഷെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവര് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നവർ കുറവാണ്, വളരെ കുറവാണ്. അതായത് ശരിക്കും പാലക്കാടും വിഷുവിന് പടക്കം പൊട്ടിക്കണ കുറവാവേണ്ടതാണ്. പാലക്കാട് ദീപാവലിക്കും പൊട്ടിക്കും, അതെ, വിഷുവിനും പൊട്ടിക്കും. കാരണം ആ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കണോണ്ടാണ്. തിരുവനന്തപുരത്ത് പൂർണ്ണമായിട്ടും ആ തമിഴ് സംസ്കാരത്തിന്റെ സ്വാധീനം കൊണ്ട് ദീപാവലിക്ക് അവർ പടക്കം പൊട്ടിക്കുള്ളൂ. നേരെ മറിച്ച് കേരളത്തിന്റെ ഇടയിലുള്ള ഭാഗത്ത് നമ്മൾ തൃശ്ശൂർ ജില്ലയൊക്കെ എടുത്ത് എറണാകുളത്തൊക്കെ വിഷുവിന് പടക്കം നന്നായി പൊട്ടിക്കും. അപ്പൊ വെടിമരുന്നും ഈ പൊട്ടാസ്യം നൈട്രേറ്റും അല്ലെങ്കിൽ മെഗ്നീഷ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ നമ്മൾ പല ഐറ്റംസ്, ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് പറഞ്ഞാൽ പടക്കം. അതായത് ഈ വിഷു കഴിഞ്ഞ് കിട്ടണ കൈനീട്ടം എടുത്തു വെച്ചിട്ട് അടുത്ത വർഷത്തേക്കുള്ള ലിസ്റ്റ് അപ്പം തന്നെ ഇടുകയാണ്. പിന്നെ ഈ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ പൊട്ടാതെ കിടക്കണ പടക്കമൊക്കെ എടുത്തിട്ട് അതിലത്തെ മരുന്നൊക്കെ എടുത്ത് അത് കത്തിക്കണ ഒരു വേറൊരു പരിപാടിയുണ്ട്. പിന്നെ അനവധി ദിവസം ബാക്കിയുണ്ടാവും സ്റ്റോക്ക് ഓലപ്പടക്കം. അത് എത്രത്തോളം വലിച്ചു മുറുക്കും. ഞാൻ അത്യാവശ്യം ഓല കെട്ടി പൊട്ടിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരൊക്കെ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചീന്തണ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓല മേടിച്ചോണ്ട് ഈ പൊടിയും കിട്ടും, പൊടി വെച്ചിട്ട് കെട്ടിയിട്ട് അത് അഹങ്കാരത്തിന്റെ കയ്യും കാലം വെച്ച അവസ്ഥയാണ്. ചന്ദനത്തിരി കൊളുത്തി പിടിച്ചിട്ട് അതിലിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ മാക്സിമം കത്തി വരും എറിയുക. അങ്ങനെയാണ് അത്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ചെല്ലുമ്പോൾ തന്നെ പൊട്ടും, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരും നമുക്ക്. അതുമാതിരി ഈ പച്ച കളറിലെ ഗുണ്ട് ഇങ്ങനത്തെ സാധനമാണ്. അപ്പോൾ പടക്കം എന്നുള്ളത് ഇന്ന് ഒരു നോമാണെങ്കിലും വിഷുവിൻ്റെ ഒറിജിൻസിൽ എവിടെയും പടക്കം കാണില്ല. അത് എന്താ പറയുക, എന്നായിരിക്കാം കടന്നുകൂടിയതെന്ന് നമുക്ക് അറിയില്ല. വിഷുവിന് എന്ന് പടക്കം പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. കാരണം ഗൺ പൗഡർ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ചെങ്കിസ് ഖാനാണ്. അത് തന്നെ സാർവത്രികമാവുന്നത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ്. അപ്പം എന്താണെങ്കിലും ഒരു 600 കൊല്ലത്തിൻ്റെ താഴെ ആയിരിക്കുള്ളൂ പടക്കം പൊട്ടിക്കുന്ന സിസ്റ്റം വന്നിട്ട്. അതും ഈ ഇൻസെൻഡിയറി സാധനങ്ങൾ, എസ്പെഷ്യലി ബ്ലാസ്റ്റിംഗ് സാധനങ്ങൾ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പോലും എടുത്ത് കളിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇതിനെ മെരുക്കി എടുത്ത് കൊണ്ടുവന്നത് ഒരുപക്ഷെ ശിവകാശി എന്നുള്ള പടക്കങ്ങളുടെ ഒഴുക്ക് വന്നപ്പോൾ ഇപ്പം ആഡി സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസിംഗുകാർ ഉണ്ടാക്കിയൊരു സാധനം. അത് ആഡി ശരിക്കും എല്ലാ പഴയ സാധനം എടുത്ത് കത്തിക്കണ കാലമായിരുന്നു. അപ്പോൾ ഒരു പുതിയ രീതിയിൽ അത് പ്ലേസ് ചെയ്തു 2000s ബിഗിനിങ്ങിൽ. പഴയ തുണികൾ കളയൂ, പുതിയത് വാങ്ങുമെന്നാക്കി. ഇപ്പം എന്തായി, ആടി ഒരു സാധനങ്ങൾ വാങ്ങാനുള്ള സമയം എല്ലാം ദാനം ചെയ്യേണ്ട ദിവസമായിട്ടുള്ള അക്ഷയ തൃതീയ സ്വർണം വാക്കണ ദിവസമാക്കി മാറ്റി. അതാ ദാനത്തിനുള്ള ദിവസമാണ്. സ്വർണ്ണം അടക്കം ദാനം ചെയ്യേണ്ട ദിവസം. അപ്പം ദാനമല്ല ചെയ്യണത്, അതുപോലെ ഈ പടക്കം കയറി വന്നതായിരിക്കണം. അപ്പൊ എനിക്ക് പടക്കത്തിന്റെ ഒരു ഒറിജിൻസിനെ കുറിച്ച് എനിക്ക് അതിന്റെ ഒരു ട്രഡീഷണൽ സ്ട്രക്ചറിൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം കോടി വസ്ത്രം എടുത്തു വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെ കാരണവര് കൈനീട്ടം കൊടുക്കും. അദ്ദേഹത്തിന് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, അദ്ദേഹം വേണം മറ്റുള്ളവർക്ക് കൊടുക്കുക. പണ്ടൊക്കെ ഒറ്റ ഉറുപ്പിയാണ്, 25 പൈസയാണ്, അല്ലെങ്കിൽ കാലാണ് പണ്ടൊക്കെ ഓട്ടമുക്കാൽ ഇതൊക്കെയാണ് കൊടുക്കുക. ചിലയിടങ്ങളിൽ സാമ്പ്രദായികമായിട്ട് പഴയ നാണയം കൊടുക്കുന്നു, ഇപ്പോഴും കാശായിട്ട് കൊടുക്കില്ല. അത് പിന്നെ അവർ വേണമെങ്കിൽ കൊടുക്കും, പക്ഷെ ആ ചിട്ടയ്ക്ക് അത് പൂജിച്ചിട്ടുണ്ടാവണോണ്ട് അത് കൊടുക്കുക. അത് പേഴ്സ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ വെക്കണം എന്നാണ്. അത് കോറായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാരമ്പര്യത്തിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഒരു മുതിർന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആ കുടുംബത്തിൽ കുട്ടിക്ക് അത് കൊടുക്കുമ്പോൾ ഐ ആം ബീങ് റെക്കഗ്നൈസ്ഡ് ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി. അമ്മൂമ്മയൊക്കെ പറയും വീട്ടിലുള്ളവർക്ക് കൊടുക്കാതെ പുറത്തുനിന്ന് ആരും വന്നാലും കൊടുക്കരുത്. ഓരോരുത്തർ ഓരോ നേരത്താണ് എണീച്ചു വരിക. അപ്പോൾ അവരുടെയൊക്കെ ചിട്ട എങ്ങനെയായിരുന്നു, പുറത്തുനിന്ന് ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നാവശ്യക്കാർ വരും, അല്ലെങ്കിൽ വെറുതെ കൈനീട്ടം പറഞ്ഞിട്ട് ഗേറ്റ് കടന്നിട്ട് ഭിക്ഷയ്ക്ക് വരണ മാതിരി ആൾക്കാർ വരും. അതൊക്കെ പിൽക്കാലത്ത് തുടങ്ങിയ സംഭവമാണ്. പണ്ടൊക്കെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കാണ്ട് ഒരു തുട്ട് പുറത്തേക്ക് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റത്തിന് കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറ. നമ്മൾ ഇന്നിപ്പോൾ ഒരു മോണിറ്ററി ഗിഫ്റ്റ് അച്ഛൻ മക്കൾക്ക് കൊടുക്കുക, നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കില്ല, ഫാമിലി മെമ്പർക്ക് കൊടുക്കുന്ന പോലെയാണ് ഈ മുതിർന്നവർ ഇളയ ആൾക്കാർക്ക് കൊടുത്തിരുന്നത്. നാളെ അവരെന്ത് ചിന്തിക്കും, എൻ്റെതായുള്ള ഒരാൾക്ക് ഞാൻ കൊടുക്കണം. അപ്പം ഇതെന്താ വെച്ചാൽ കുടുംബത്തിലെ പാരസ്പര്യത്തിനെ ഉറപ്പിക്കുന്ന, കുടുംബത്തിൻ്റെ സമൃദ്ധിക്ക് എല്ലാവരും അവകാശികളാണ്.
അത് ഞാനും നാളെ ഇത് ചെയ്യേണ്ടതാണ് എന്ന് കൊച്ചു കുട്ടിയാകുമ്പോഴേ ഫീൽ വരികയാണ്. കൊച്ചു കുഞ്ഞാകുമ്പോൾ നമ്മൾ ചോദിക്കും ഞാൻ ആർക്കാ കൈനീട്ടം കൊടുക്കേണ്ടത് ചോദിക്കും. അതൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ്. അപ്പോൾ ഒരു കുട്ടിക്ക് അതിനൊരു അനിയനോ അനിയത്തിയോ ഉണ്ടായി കഴിഞ്ഞാൽ അത് കെയർ ചെയ്യണം, അതിനൊരു പാരന്റിങ് സ്വഭാവം വരും. ഇതേ ഗെയിം ഒരു ലാർജർ സ്ട്രക്ചർ, പ്രത്യേകിച്ച് കൂട്ടുകുടുംബങ്ങളിൽ ഈ ഇഴയെടുപ്പത്തിന് ഉണ്ടാക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സ്പർദ്ധ ഉണ്ടാക്കാം. കാരണം ഒരു ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് മാത്രം കുറച്ച് അധികം കൊടുക്കും, മറ്റേ ആൾക്ക് കുറച്ച് കൊടുത്താൽ അവിടെ സ്പർദ്ധ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതാണ് ഒരു റീസൺ. 2 ദാനമാണ്. ദാനം പ്രോത്സാഹിപ്പിക്കണം. അതായത് നമുക്കൊരു സമൃദ്ധി വരുമ്പോൾ അത് ആദ്യം നമ്മൾ മറ്റൊരാൾക്ക് കൂടെ പങ്കുവെക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഈ കൈനീട്ടത്തിലുണ്ട്. വിഷുവിന് കണി, കൈനീട്ടം, മൂന്നാമത്തെ പ്രധാനത് സദ്യ. വിഷുസദ്യക്ക് നിശ്ചിത വിഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പുഴുക്ക് തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക, ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യയാണ്, കാറ്ററിംഗ് വാങ്ങി സദ്യയാണ്. പണ്ട് അങ്ങനെയല്ല. അതിന് വെക്കണ പായസത്തിന് കണക്കുണ്ട്, ഓരോന്നിനും കണക്കുണ്ടായിരുന്നു. പിന്നെ ചിലയിടങ്ങളിൽ അവരുടെ ദേശ ചടങ്ങുകളുണ്ടാവും. ചില നാടുകൾ, ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ, പാലക്കാട് പ്രദേശത്ത് മിക്ക വിഷുവേലി നടക്കണം അപ്പോഴാണ് ഭഗവതിക്ക്. വിഷു ദിവസമായിരിക്കും വേല ഭഗവതിക്ക് ഉണ്ടാവും. കാരണം ആ സൂര്യൻ്റെ ആ ഒരു അഗ്രേറിയൻ എക്കോണമിയുടെ ഒരു ഇതാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂകാംബിയുടെയൊക്കെ സിസ്റ്റം നോക്കുമ്പോൾ വസന്തത്തിലെ നവരാത്രി കാലമാണ് വരണത്. അവിടെയൊക്കെ രഥോത്സവം വരുന്നത് ആ സമയത്താണ്. നമുക്ക് ശരത്കാലത്ത് നവരാത്രി മാത്രമേ ഉള്ളൂ, ഒക്ടോബറിൽ. അവിടെ 2 നവരാത്രിയും വരും. അപ്പോൾ കർണാടകത്തിലും വിഷുവിന് വലിയൊരു പ്രാധാന്യമുണ്ട്, നമ്മളെവിടെയും പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളിൽ 3 ഞാൻ കവർ ചെയ്തു, എൻ്റെ ഒരു ലെജൻഡും കവർ ചെയ്തു. ഇപ്പൊ നമ്മള് പറഞ്ഞു ഈ വിഷുക്കണീനെ കുറിച്ച് സംസാരിച്ചു. അതിലിപ്പോ ഈ കണിവെള്ളരി, കണിക്കൊന്ന ഇതൊക്കെയാണ് പൂർവികമായിട്ട്, അല്ലെങ്കിൽ വാൽക്കണ്ണാടി പോലെ. പക്ഷെ ഇന്നത്തെ കാലത്തെ വിഷുക്കണികൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ലക്ഷറിയുടെ ഭാഗമായി വിഷുക്കണി മാറി. ശരിക്കും എന്തൊക്കെയാണ് ഒരു വിഷുക്കണിയിൽ വേണ്ടത്? വിഷുക്കണിയിൽ നമുക്ക് പാരമ്പര്യമായിട്ട് വേണ്ടതിൽ ഞാൻ പറഞ്ഞ പോലെ വാൽക്കണ്ണാടി മസ്റ്റായിട്ട് വേണം, കണിക്കൊന്ന വേണം, അരി വേണം, വെള്ളരിക്ക വേണം, തേങ്ങ വേണം, വസ്ത്രം, നാണയം. ഇത്രയുണ്ടെങ്കിൽ സമൃദ്ധമായി. ഇത്ര ബേസിക് നെസസിറ്റികൾ ഉള്ളതിൽ കവറായി. ഒരു ജലപാത്രം വേണം. 2 ജലപാത്രം ഉണ്ടെങ്കിൽ നല്ലത്. ഒരു ജലപാത്രം കുറച്ച് വെച്ചിട്ട് വേണം. കാരണം എന്ന് വെച്ചാൽ തേങ്ങ മുറിച്ചാൽ ചിലയിടങ്ങളിൽ ആ ജലപാത്രത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ നീരിനെ ഒഴിക്കുക, എന്നിട്ടാണ് ഈ മുറിയായിട്ട് വയ്ക്കുക. ചിലയിടങ്ങളിൽ അത് മുറിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ കത്തിച്ച് വെക്കാനുള്ള തിരിയും കണക്കാക്കും, നമ്മൾ നീരാജനം കാണിക്കുമ്പോൾ ചെയ്യണ പോലെ. ചിലയിടങ്ങളിൽ അങ്ങനെയില്ല. പിന്നെ ഒരു ജലപാത്രം എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ കണ്ണ് നമുക്ക് തൊടാനാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഇതിനൊക്കെ അനുസരിച്ചിട്ട് ചിലർ ചന്ദനം, ഗന്ധം വയ്ക്കും, കുറച്ച് പുഷ്പങ്ങൾ വയ്ക്കും, മാലകൾ ഇതിനനുസരിച്ചിട്ടാവാം. അതൊക്കെ പിന്നെ അവിടെ നിന്ന് അങ്ങടാം. ചില സമ്പ്രദായങ്ങളിൽ ഗ്രന്ഥം വേണമെന്ന് നിർബന്ധം പറയും. അപ്പോൾ ദേവിമാഹാത്മ്യമോ ഭാഗവതോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം, രാമായണോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പട്ടുപൊതിഞ്ഞിട്ട് വയ്ക്കും. കാരണം എന്താ വെച്ചാൽ വിദ്യ, അമ്മയും നമ്മൾ കണി കാണണം, സരസ്വതിയെ നമ്മൾ കണി കാണണം എന്നുള്ളൊരു അക്നോളജിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും ബേസിക് വേണ്ടത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ പച്ചക്കറികളൊക്കെ വയ്ക്കും. അത് നിർബന്ധമല്ല. പച്ചക്കറി റെപ്രസെൻ്റ് ചെയ്ത് വെള്ളരിക്ക അവിടെ ഉണ്ട്. ഫ്രൂട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ചില ആൾക്കാർ ഇത് വയ്ക്കും, ഒരു പഴം വേണം ഫ്രൂട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട്, ഞാൻ വിട്ടുപോയി. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ചെറുനാരങ്ങ വെക്കണവരുണ്ട്, പിന്നെ ആപ്പിള്, മുന്തിരി, മാങ്ങ. കാരണം മാങ്ങയുടെ സീസണാണ് ആ സമയത്ത് കേരളത്തിൽ. ചക്ക വയ്ക്കും, ചക്ക മുറിച്ച് വെക്കണവരുണ്ട്, മൊത്തം കൊണ്ട് വെക്കണവരുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ കോർ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ആഹ്ലാദം തരുന്ന എന്തും വെക്കാം. അതുകൊണ്ട് പുതിയ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എന്തൊക്കെ വേണമെങ്കിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും പറയില്ല. ആത്യന്തികമായിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ. പിന്നെ മാത്രമല്ല എൻഡ് ഓഫ് ദി ഡേ നമ്മളവിടെ ഒരു കമ്പാർട്ട്മെൻ്റലാക്കാതെ ഒന്നിങ്ങനെ വിഭാഗീയത ഇല്ലാണ്ട് എല്ലാം ഭഗവാന് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വയ്ക്കുന്നു. അതൊരു തരത്തിൽ കുഴപ്പം. പക്ഷെ നമ്മള് ഇപ്പൊ ഈ സിനിമ ഉണ്ട്, നമ്മുടെ മീശമാധവൻ സിനിമ, അതില് കണി കാണാൻ വേണ്ടിയിട്ട് ദിലീപിനെ കൊണ്ടു നിർത്തുമ്പോ മറ്റേ ചക്കയുടെ കാര്യമൊക്കെയാണ് ചോദ്യം. എന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ പോകുന്നത് നമുക്ക് താല്പര്യമുള്ള വസ്തുക്കളിലേക്കാണ്, അല്ലാതെ അവിടെ ഭഗവാനെയോ അല്ലെങ്കിൽ വാൽക്കണ്ണാടിയോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് നമ്മുടെ പൊതുവിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ മുഴുവൻ പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നവമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇന്നിപ്പോൾ ആധ്യാത്മിക ചർച്ചകൾ എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും സൂപ്പർഫിഷ്യലാണ്. ആരും ഇപ്പോൾ അനുഭവം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ ഒന്നുമല്ലല്ലോ ഇത് മുഴുവൻ ഇരുന്നിട്ട് വിളമ്പണത്. അതിങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണം? ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഹോം. വീട്ടിൽ നമുക്ക് അടിത്തറയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു വന്നാൽ ഇതേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് വേണ്ടവനെ മനസ്സിലാക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ കുട്ടി. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഇതൊന്നും ആരെയും അടിച്ചേൽപ്പിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് വേണ്ടവന് കിട്ടും. വേണ്ടവന് വെച്ചാൽ അയാൾക്ക് വേണം എന്ന് തോന്നിയ അയാൾക്കും. ഇപ്പം ഞാൻ പറയുമ്പോൾ നമ്മളിതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്തിനാ?
അതിപ്പോൾ നാളെ ഇവിടെ വന്നിരുന്ന് ഇൻ്റർവ്യൂവിന് പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് പലരും കുറേ കാലമായിട്ട് പറഞ്ഞാണ് വിഷുവിനെ കുറിച്ചൊരു വീഡിയോ. ഞാൻ ഇന്നവരെ ചെയ്തിട്ടുമില്ല, പല കാരണം കൊണ്ട് നടന്നിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഒരു സാഹചര്യം വന്നു, ഇതൊക്കെ അതിൻ്റെ ഒരു ജിസ്റ്റ് ഒരു ചുരുക്കം ഇവിടെ ഇപ്പോൾ പറഞ്ഞു ചെയ്തു. അപ്പോൾ എന്നോ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ, ആരുടെ എന്നൊക്കെയോ പഠിച്ച കാര്യങ്ങളുടെ ഉള്ള ഓർമ്മ വെച്ചിട്ട് അതിൽ തന്നെ ചിലപ്പോൾ ഡിസ്റ്റോർഷൻസ് വന്നിട്ടുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, എന്നാലും അത് വെച്ചിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും അന്നത് സുരാർപ്പൻ നമുക്ക് പഠിപ്പിച്ചു വെച്ചത്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഈ വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ വീടുകളിൽ കണി കാണുന്നതിനാണ് നമ്മൾ പണ്ടൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വിഷുവിന്റെ അന്ന് കണി കാണാൻ വേണ്ടി വൻ തിരക്കാണ്, ശബരിമലയിൽ വലിയ തിരക്കാണ്. പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് കണി കാണുകയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മള് ക്യൂവിൽ നിന്ന് എത്രയോ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നിട്ടാണ് ഭഗവാനെ ഒരു നോക്ക് കാണുന്നത്. ഈ അമ്പലങ്ങളിൽ കണി കാണുന്നതിന് പ്രത്യേകത എന്താണ്? അമ്പലങ്ങളിലെ കണി കാണൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇതിന് വലിയ ആക്സസ് ഇല്ല. കാരണം ക്ഷേത്രങ്ങൾ മനുഷ്യർക്ക് തന്നെ ആക്സസ് ഇല്ലാത്ത കാലമായിരുന്നല്ലോ പണ്ട്. എല്ലാ വിഭാഗം മനുഷ്യർക്കൊന്നും അതിൻ്റെ ഉള്ളിൽ പോകാൻ പാടില്ല. അപ്പോൾ പണ്ട് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ മന്നത്ത് പത്മനാഭൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയോടൊപ്പം തൊഴാൻ വന്നപ്പോൾ നേദ്യ സമയമായപ്പോൾ അന്ന് ആകെ നമ്പൂതിരി സമുദായക്കാർ കഴിഞ്ഞാൽ പിന്നെ പ്രവേശിക്കാൻ പറ്റുന്നത് നായർ സമുദായത്തിന് മാത്രമാണ് പുറത്തെ പണികൾക്ക്. അകത്തേക്ക് പോക്ക് അപ്പോഴും പറ്റില്ല. അപ്പോൾ ഉറക്കെ വിളിച്ചു പറയേണ്ടത്രേ, നായർ പുറത്തു പോകും, നായർ പുറത്തു പോകും, ഭക്ഷണം വരികയാണ്, ഭഗവാനുള്ള നേദ്യം പോണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു അദ്ദേഹം, ഇങ്ങനെയാണോ മനുഷ്യനെ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യം ഒരു സാമൂഹിക പ്രസ്ഥാനത്തിനെ നയിക്കണം, അത് കൊണ്ടുവരണം, ഒരു സമത്വം കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായതെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഈ പറഞ്ഞ ആൾക്കാരും അവിടെ പോയിട്ട് കണി കണ്ടിട്ടില്ല. ഒരു നേദ്യം വരുമ്പോൾ അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു മൃഗം, ആ പേര് ഒരു മൃഗത്തിൻ്റെ വില പോലും ഇല്ലേ എന്നാ ചോദിച്ചത് അത്ര അമ്മയുടെ അടുത്ത്. അപ്പോൾ അതുപോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്ത് കണിയായിരിക്കും ഭഗവാന്റെ പൊതുജനം സാമാന്യജനം കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ക്ഷേത്രപ്രവേശനത്തിനൊക്കെ ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നും ഇന്നത്തെ പോലെയല്ല, അന്നും കണിക്ക് തിരക്കാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ വരെ കടന്നുറങ്ങുന്ന പറയണം. നാലമ്പലത്തിൻ്റെ അകത്തേ നമ്മളാ കേശവന്റെ കൊമ്പ് കഴിഞ്ഞ് ഉള്ളിൽ ചെന്നിട്ട് ആ നമ്മുടെ നമസ്കാര മണ്ഡപത്തിലാണ് കണി വയ്ക്കുക ഭഗവാന്. അതിൻ്റെ ചുറ്റും ആൾക്കാർ കടന്നുറങ്ങുന്നത്. അത് കഴിഞ്ഞ് അവരങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഭഗവാൻ കണ്ടു കഴിഞ്ഞാൽ അവരും കണ്ണു തുറന്ന് എണീച്ച് അവരും കാണുകയാണ്. അത് കറക്റ്റായിട്ടുള്ള കണി തന്നെ ആയിരിക്കും. ഭഗവാൻ കണ്ട കണി നമ്മളും കാണും. പക്ഷെ ഇന്ന് ശില്പ പറഞ്ഞ പോലെ അതൊരു ക്ഷേത്ര ദർശനത്തിലൊരു വിശേഷ ഭാഗം മാത്രമാണ്. കാരണം നമ്മൾ വേറെ കണി എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് കാണുന്ന ആദ്യം കാണുന്ന വസ്തു എന്നാണല്ലേ. ഇതപ്പോഴേക്കും നമ്മൾ ഒരുവിധം പരിവായിട്ടാണല്ലോ അവിടെ എത്തുന്നത്. പക്ഷെ എന്നാലും ഒരു സന്തോഷം, ഭഗവാൻ കണ്ട കണി. മാത്രമല്ല ആ കണിയുടെ എന്താ പറയുക, ഇതിന്ന് ഒരു നാണയം സമ്മാനമായിട്ട് കിട്ടുക അല്ലേ, നമുക്കൊരു കൈനീട്ടായിട്ട് തരാം. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന്, ഭഗവാനാണല്ലോ നമ്മുടെയൊക്കെ കാരണവർ, ഏറ്റവും വലിയ കാരണവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു നാണയം കിട്ടുക, അതിൻ്റെ സന്തോഷം, ആ സന്തോഷം നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അത് യഥാർത്ഥത്തിൽ കണിയാണോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി അല്ല, പക്ഷെ ഭഗവാൻ കണ്ട കണി നമ്മൾ കാണുക എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. പിന്നെ അതിൻ്റെ സാർവത്രികത ഞാൻ പറഞ്ഞാണ്, ക്ഷേത്രപ്രവേശനത്തിന് ശേഷമൊക്കെ തന്നെ ആയിരിക്കണം ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ കണി കാണാനുള്ള സൗകര്യം സാധാരണ ജനത്തിന് കിട്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് എന്തായാലും ഇല്ല, ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പം അതുകൊണ്ടൊരു പാരമ്പര്യ ചടങ്ങാണ് അതെന്നൊന്നും നമുക്ക് കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും അത് എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണി കാണുന്നതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കറിയാം ഈ ശകുനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവുമായി അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ പറയാറുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ നിറഞ്ഞ കുടം കൊണ്ടുവരുന്ന സ്ത്രീയെ കാണുന്നത് നല്ലതാണ്, എന്നാൽ പോത്തും കയറും കൊണ്ടുവരുന്ന ഒരാളെ കാണുന്നത് നല്ലതല്ല. ഈ കണിയും ശരിക്കും വളരെ ശകുനം പോലെ തന്നെയല്ലേ? ആ കണി ശരിക്കും ശകുനത്തിനേക്കാളും കൂടെ ഞാൻ തുടക്കത്തിൽ കുറച്ച് നേരത്തെ കണിയുടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രാവിലെ ഏർലി മോർണിംഗിൽ നമ്മൾ ആ ഒരു സ്ലീപ്പിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വേക്കിംഗ് ആ ഉണർന്ന സ്റ്റേറ്റിലേക്ക് വരുന്നതിൻ്റെ ഇടയിലുള്ളൊരു തലമുണ്ട്. അതിന് ഇപ്പോൾ സയൻസ് അതിന് ആൽഫ ലെവലിലാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് കണ്ടീഷനിങ് കൊടുത്താലും അത് നമ്മുടെ സബ് കോൺഷ്യസിൽ പതിയും. അപ്പോൾ അതുകൊണ്ട് മംഗളകരമായിട്ടുള്ള കാഴ്ചകൾ കാണുക ആ നേരത്തെ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നല്ല കണി കണ്ടു വളരുന്നത് ആ ദിവസം നന്നാക്കും, ഏത് ദിവസവും. കാരണം ദ മൊമെൻറ്റ് യു ആർ ലൈക്ക് നമ്മളങ്ങോട്ട് ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അത്ര ഫ്രഷാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ അപ്പം തന്നെ ഫോൺ എടുത്ത് നോക്കുക, ആര് വിളിച്ചു, വാട്സപ്പ് മെസ്സേജ്, റീല്. അതുകൊണ്ടാണ് കണി കാണുന്നവരും ഫോണിൽ കാണുന്നവരുണ്ട്, ഫോണിൽ കണി കാണുന്നവരുണ്ട്, ഫോൺ തന്നെയാണ് ഡെയിലി കണി എല്ലാവരുടെയും. അപ്പോൾ നമ്മുടെ മൈൻഡിനെ അപ്പം തന്നെ അങ്ങോട്ട് സ്കാറ്റർ ചെയ്യുകയാണ്. ഇത് അതിന് പകരം നല്ല മംഗളകരമായിട്ടുള്ള വസ്തുക്കളെ വെച്ച് ഒരു വ്യക്തിക്ക് ശുഭത്തെ ഉണ്ടാക്കുന്ന വസ്തുക്കളെ മുഴുവൻ അവിടെ വെച്ച് അത് അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഫീഡ് ചെയ്യും.
നമ്മൾ പണ്ട് കാലത്ത് പറയില്ലായിരുന്നു ഈ കൈകൾ നോക്കി ഉണരണം, എന്നിട്ട് കരാഗ്രേ വസതി ലക്ഷ്മി, അങ്ങനെ ഒരു മന്ത്രം ചൊല്ലണം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ നല്ല കാഴ്ചകൾ കണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് ഒരു ദിവസം കൊണ്ടെത്തിക്കാനുള്ള വഴികളല്ലേ. കാരണം നമുക്ക് ഈ കൈ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കർമ്മം ചെയ്തിട്ടാണ്. ഇന്നും ഇപ്പൊ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും വിരൽ വെച്ചിട്ടാണല്ലോ അത് ഭക്ഷണം ഉണ്ടാക്കണത്. അല്ല, പണ്ടത്തെ പണിയായുധങ്ങൾ പിടിച്ചിട്ടും കാർഷികമായിട്ടൊക്കെ ഉള്ള എന്തിനും കൈ വേണം അല്ലേ, കർമ്മേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടതല്ലേ കൈ. അപ്പോൾ കയ്യിലാണ്, എഫർട്ടിലാണ്, അധ്വാനത്തിലാണ് ലക്ഷ്മിയും സരസ്വതിയും എല്ലാം ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദാന്നുണ്ട്, കരമൂലെ ഉമാ എന്നും പറഞ്ഞിട്ടുള്ള, പാർവതി എന്നും പറഞ്ഞിട്ടുള്ള വേറൊരു മന്ത്രം, ഒരു അവാന്തരമുണ്ട്. പക്ഷെ ഗോവിന്ദ പ്രഭാതേ കരദർശനം. ഈ എപ്പോഴും ശരീരത്തിനോട് ഈ കരം ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഗോവിന്ദനെ കണ്ടത്. അതായത് നമ്മുടെ എന്തിൻ്റെ റൂട്ടിങ് ഗോവിന്ദനിലായിരിക്കും. ഈശ്വരനെ കേന്ദ്രീകരിച്ച് വേണം നമ്മൾ എന്തും ചെയ്യാൻ എന്നുള്ളതൊന്ന്. ഇനി ഇത് വേദത്തിന് വേറൊരു മന്ത്രമുണ്ട്. അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തര അയം മേ വിശ്വവേഷയോ അയം ശിവാഭിമർശന എന്ന് പറഞ്ഞു. ഞാൻ ശിവനാണ്. അതായത് എങ്ങനത്തെ ശിവനാണെന്നാണ് പറഞ്ഞത്. ഇത് മുഴുവൻ ആരെയാ സ്മരിക്കണത്? ഈ നമുക്ക് വരണ സകല ദുരിതങ്ങൾക്കുള്ള ഔഷധമായിട്ടുള്ള ആ പരബ്രഹ്മത്തെ, ആ ആത്മാവിനെ. അവിടെ ശിവൻ എന്നുള്ള ശബ്ദം കൊണ്ട് കൈലാസത്തിരിക്കുന്ന ആളെന്നല്ല, ആത്മാവെന്നുള്ള അർത്ഥത്തിലാണ് വേദം പറഞ്ഞത്. അതും ഉപയോഗിക്കാറുണ്ട്, ഈ വൈദികമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശുഭകരമായിട്ടുള്ള കണി എന്ന് പറയുന്നത് അവനവൻ്റെ കരങ്ങളാണ്. അവനവൻ്റെ കരങ്ങൾ എന്തുകൊണ്ടാ വെച്ചാൽ അവനവൻ്റെ കരങ്ങളെ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഉണ്ടാക്കുന്നത്, അധ്വാനം ഉണ്ടാക്കുന്നത്, നമ്മുടെ കൂടെ ഉള്ളവരെ സംരക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനൊക്കെ കയ്യാ അല്ലേ. അതുകൊണ്ടാണ് കൈ കണ്ടുകൊണ്ട് ഉണരുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ശിവരാത്രി എടുത്ത് നോക്കുമ്പോൾ ശിവരാത്രിക്ക് കൃത്യമായ വ്രതങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വിഷുവിനെ സംബന്ധിച്ച് അങ്ങനെ വ്രതങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം വിഷു ഒരു ഉപാസനാ ദിവസമല്ല. അല്ല, വിഷു ഒരു റിമംബറൻസിൻ്റെയും ഒരു ബിഗിനിങ്ങിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെ സെലിബ്രേഷൻ്റെ ദിവസമാണ്. ഓണം പോലെ തന്നെയാണ്. ഓണത്തിന് വ്രതമൊന്നുമില്ല നമ്മൾ. പക്ഷേ ശിവരാത്രി പോലുള്ള അതല്ല, കർമ്മദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ കംഫർട്ടിനെ, ശരീരത്തിനെ ക്ലേശിപ്പിക്കുക എന്നല്ല, നമ്മുടെ കംഫർട്ടുകളെ ത്യജിച്ച് പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താനുള്ള ദിവസങ്ങളാണ് വിഷു പോലുള്ള ദിവസങ്ങൾ. ആ പരമാത്മാവ് നമുക്ക് തന്നിട്ടുള്ള അബണ്ടൻസ്, ആ സമൃദ്ധിയും സന്തോഷത്തിനൊക്കെ താങ്ക്സ് പറയലും അത് തുടരാനും വേണ്ടിയുള്ള റിച്വൽസിൻ്റെ ദിവസങ്ങളാണ്. ഇപ്പോൾ വിഷു പങ്ക് പറഞ്ഞതുപോലെ നല്ല തുടക്കങ്ങളുടെ ദിവസമാണ്. ഇനിയും നല്ല തുടക്കങ്ങൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നല്ല ദിവസങ്ങൾ വരട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കാറ്. ഒരു ആത്മീയ തലത്തിൽ നിന്ന് നല്ലൊരു ദിവസങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു വരാനിരിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഭഗവാന്റെ ഒരു സ്പർശം കൊണ്ടുവരാൻ സാധിച്ചാൽ, ഞാനവിടെ ഭഗവാൻ എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ്. ഇപ്പോൾ വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അവർക്കതിന് യൂണിവേഴ്സെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആത്യന്തികമായിട്ട് നമ്മൾ അതിൻ്റെ പാർട്ടാണെന്നുള്ള ബോധം ഉണ്ടാക്കിയെടുത്താൽ ആ ദിവസം നന്നാവും. ഇപ്പം ഞാൻ പല പ്രഭാഷണങ്ങളിൽ തമാശയ്ക്ക് പറയാറുണ്ട്, ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയില്ലല്ലോ ആരും. ഇതുപോലെയാണ് പ്രകൃതിയും മനുഷ്യനും, ഈശ്വരനും മനുഷ്യനും, അല്ലെങ്കിൽ പ്രപഞ്ചവും ഞാനും എന്നൊക്കെ പറയുന്നത്. നമ്മളതിൻ്റെ പാർട്ടാണ്. പക്ഷെ നമ്മുടെ വിചാരം അതെന്തോ വേറൊരു എൻറ്റിറ്റിയാണെന്ന് നമ്മുടെ സെൽഫ് കോൺഷ്യസ്നസ് കൊണ്ട് തോന്നുന്നു, നമുക്ക് തോന്നുകയാണത്. അതല്ലാതെ ഈ സമഗ്രമായിട്ട് എല്ലാ വസ്തുക്കളിലും ഒരു ചൈതന്യം ഉണ്ടെന്ന്, ആ ചൈതന്യം എല്ലാം നശിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടെന്ന്. അതിന് നമ്മളിപ്പോൾ വേദാന്തം ബോധമെന്നോ അല്ലെങ്കിൽ ബ്രഹ്മെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ശിവൻ സദാശിവൻ ശൈവരോ, നാരായണെന്ന് വൈഷ്ണവരോ, പരാശക്തി എന്ന് ദേവിയുടെ ആൾക്കാരോ, ബൗദ്ധൻ ശൂന്യെന്നോ എന്ത് വിളിച്ചോ, അത് തമ്മിൽ തല്ലിയിട്ട് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എഫക്റ്റഡ്. ഇവിടെ കിടന്ന് അടികൂടാൻ നമുക്ക് നല്ലാണ്ട് അതിനൊരു മാറ്റവും വരുന്നില്ല. ആ വസ്തു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഹൗസ് ഹോൾഡേഴ്സിന് രാവിലെ എഴുന്നേറ്റ് രാത്രി കടന്നുറങ്ങി വീണ്ടും രാവിലെ എണീച്ച് പോകുന്ന നമ്മുടെ ആ ജീവിത ചക്രത്തിലെ ഓരോ നിമിഷവും ഓർമ്മ വരുമ്പോഴെങ്കിലും അതിലൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും റിസൾട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുക. ഒരു കറി ഉണ്ടാക്കണേ, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ പോലും അത് ആ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണെന്ന് സങ്കല്പിക്കുക. ഇനി വിശ്വാസമുള്ള ആളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മൂർത്തിയാവാം, ഇനി നിരാകാരമാണെങ്കിൽ അങ്ങനെ ആവാം. എങ്ങനെയാണെങ്കിലും ഓണർഷിപ്പ് നമ്മളെടുക്കാതെ നമുക്ക് എന്ത് തരം ലൈഫ് വേണമെങ്കിലും, നിങ്ങൾക്ക് BMW ഡ്രൈവ് ചെയ്യാം, യു ക്യാൻ വെയർ ദ കൈൻഡ് ഓഫ് ഡ്രസ്സസ് യു വാണ്ട്, ഒരു പ്രശ്നവുമില്ല. യു ഷുഡ് നെവർ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അത് മുഴുവൻ ഈ യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു ദിവസം കൊണ്ടുപോകണേ ആ ദിവസം ശുഭം. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ നമ്മൾ ഈ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് അന്നത്തെ ദിവസം നന്നാക്കണേ എന്ന് മാത്രമല്ല, എൻ്റെ ഇന്നത്തെ കർമ്മം മുഴുവൻ നടക്കുള്ളതാണ്. കുറച്ച് നേരം കഴിഞ്ഞ് 1 മണിക്കൂറായിട്ട് ഓർമ്മ വരുമ്പോൾ ഭഗവാനെ ഞാൻ എണീച്ചിട്ട് പോയി കഴിഞ്ഞ് 1 മണിക്കൂർ വരെയുള്ള എല്ലാം നിനക്കുള്ളതാണ്.
അത് കഴിഞ്ഞ് വീണ്ടും ഓർമ്മ വരുമ്പോൾ പറയാം, രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു കാർപ്പറ്റായിട്ട് പറയാം, ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ കല്ലേറാണെങ്കിലും പൂമാലയാണെങ്കിലും എന്താണെങ്കിലും അത് മുഴുവൻ നടക്കുള്ളതാണ്. ഗുണദോഷം ഇല്ലാണ്ട് ഈശ്വരൻ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അതിൽ ശുദ്ധാശുദ്ധങ്ങളുടെ വിചാരമില്ല. കാരണം പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടങ്ങിയതാണ്. സനാതന ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്ലാക്കും വൈറ്റും ഗ്രേയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ തന്നെ ചില സമയത്ത് നമ്മളൊക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ്. ഇന്നലെ എനിക്ക് വളരെ നല്ല സ്വഭാവമായിരുന്നു, ഇന്ന് മഹാമോശ സ്വഭാവമായിരുന്നു അല്ലേ. ഇന്നലെ ഒരു കാര്യം നാളെ അത് ചെയ്യണം എന്ന് തീരുമാനിച്ച് നമ്മൾ തന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇന്ന് എനിക്ക് വയ്യ. അപ്പോൾ ഇന്നലെ തീരുമാനിച്ചത് ആരാ, ഇന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ അകത്ത് തന്നെ അനവധി ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പോയിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കണം, അത് അങ്ങനെ ആയിരിക്കണം എന്ന് ചിട്ട പറയണം. അങ്ങനെയൊന്നും ഇല്ല. ആത്യന്തികമായിട്ടൊരു സത്യവസ്തുണ്ട്. ആ സത്യവസ്തുവിനെ ഉപാസിക്കാനുള്ള ഭാഗവതം പോലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത്. ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു, ഈ കോർ ബേസിക് പ്രിൻസിപ്പിൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എലോൺ മസ്ക് ഒക്കെ വായിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് പണ്ടേ ഋഷിമാർ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ സയൻസ് പറയാൻ വേണ്ടി സയൻസ് പറയില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ല. സയൻസ് പറയേണ്ട ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ സയൻസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ലേണിംഗ് പ്രോസസ്സുകൾ പറയുമ്പോൾ വേദത്തിൽ നോക്കിയാലും ഉപനിഷത്തിൽ നോക്കിയാലും ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസാണ്. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൻ്റെ കോറാണ് സത്യം. അതിൻ്റെ ഉപാസനയാണ് സനാതനധർമ്മം. അപ്പോൾ ആ സത്യത്തിനെ ഡെയിലി എവറി മൊമെൻറ്റ് ലൈഫിൽ കൊണ്ടുവരാനുള്ള നമ്മൾ ഗൃഹസ്ഥരുടെ എളിയ ശ്രമമാണ്. ചെയ്യുന്നതൊക്കെ ഈശ്വരൻ സമർപ്പിക്കുക, പറ്റുമ്പോഴൊക്കെ ഓർക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി ശുഭമാവും. കാരണം ശുഭം ശുദ്ധം എന്നൊക്കെ പറഞ്ഞത് എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അതൊക്കെ ശുഭമാണ്, ശുദ്ധമാണ്. എവിടെ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ലയോ അതൊക്കെ അശുഭമാണ്, അശുദ്ധമാണ്. അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ പ്രശ്നമാണ്. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുന്ന ഒരുത്തിന് സകലത് ശുദ്ധമായിരിക്കും അല്ലേ. സോ ഒരു ദിവസം ശുഭമാവാനും ഒരു മാസം ശുഭമാവാനും ഒരു വർഷം ശുഭമാവാനും കോർ ടെക്നിക്ക് ഇതാണ്. എന്തായാലും ഒരുപാട് നന്ദി വിഷുവിനെ കുറിച്ചുള്ള ഇത്രയും കാഴ്ചപ്പാടുകൾ ഞങ്ങൾ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചത്. സന്തോഷം.